കൊരട്ടിമുത്തിയുടെ സന്നിധിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന നിയോഗങ്ങളെ സമർപ്പിക്കാം. അമ്മയുടെ അരികിലേക്ക് വരുന്ന നാനാജാതി മതസ്ഥരുടെ പ്രാർത്ഥന നിയോഗങ്ങളെ സ്വന്തം നിയോഗമായി ഏറ്റെടുക്കാം. അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവളാണല്ലോ. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന, പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളെ, യുവതി യുവാക്കളെ, നമ്മുടെ കൊച്ചുമക്കളെ ഓരോരുത്തരെയും പ്രത്യേകം സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥന നിയോഗമുണ്ടാകും. ദൈവമേ, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ പ്രാർത്ഥന നിയോഗം അമ്മയിലൂടെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി ഒരു കാണിക്കയായി സ്വീകരിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഏറ്റവും ഭക്തിപൂർവം, ഏറ്റവും വിശ്വാസപൂർവം ഈ ബലി നമുക്ക് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം നാഥാനിൻ നാമം
നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതി തൻ നിസ്തുല മഹിമാവാൽ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, നിൻ ഹിതമിവിടെ ഭവിക്കണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. നല്ലിടയാ നല്ലിടയാ വല്ലഭനാമൻ നായക. നല്ലിടയാ നല്ലിടയാ വല്ലഭനാമൻ നായക. കല്ലുകളും മുള്ളുകളും എല്ലാം മറന്നിങ്ങു വന്നു നീ. നല്ലിടയാ നല്ലിടയാ വല്ലഭനാമൻ നായക. തേടിയെത്തി എന്നെയും നീ തോളിലെടുത്തു ദയാർദ്രനാ. നല്ലിടയാ
നല്ലിടയാ, വല്ലഭനാമിൻ നായകനാ. സ്വന്ത ജീവൻ തന്നു പോലും സന്തതമെന്നെ നീ പാലിപ്പൂ. നല്ലിടയാ, നല്ലിടയാ, വല്ലഭനാമിൻ നായകനാ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ,
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങൾ എഴുന്ന് ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുവിൻ. ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 30-ാം അധ്യായം 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ജെറുസലേമിൽ വസിക്കുന്ന സിയാൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേക്ക് പോവുക. ഇപ്പോൾ നിങ്ങളുടെ വെള്ളിപ്പൊതിന കൊത്തു വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്ദിക്കും. ദൂരെ പോകുവിൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അവയെ മലിന വസ്തുക്കൾ എന്ന പോലെ എറിഞ്ഞു കളയും. അവിടുന്ന് നീ വിതയ്ക്കുന്ന വിത്തിന് മഴ നൽകും. ധാന്യം സമൃദ്ധമായി വിളയും. അന്ന് നിന്റെ കന്നുകാലികൾ വിശാലമായി മേച്ചിൽപ്പുറങ്ങളിൽ മെയ്യും. നിലമൊഴുകുന്ന കാളകളും കഴുതകളും കോരിക കൊണ്ടും പല്ലുകൊണ്ടും ഒരുക്കിയതും ഉപ്പ് ചേർത്തതുമായ വൈക്കോൽ തിന്നും. മഹാസംഹാരത്തിൻ്റെ ദിനത്തിൽ ഗോപുരങ്ങൾ വീണ് തകരുമ്പോൾ ഉന്നതമായ പർവ്വതങ്ങളിലും കന്നുകാലികളിലും വെള്ളം നിറഞ്ഞ് അരുവികളുണ്ടാകും. കർത്താവ് തൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വെച്ചു കെട്ടുകയും തൻ്റെ പ്രഹരം കൊണ്ടുണ്ടായ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസം ചന്ദ്രപ്രകാശം സൂര്യൻ്റെ ശോഭയെ പോലെയും സൂര്യപ്രകാശം 7 ദിവസങ്ങളിലെ പ്രകാശം ഒന്നിച്ചായിരിക്കുന്നത് പോലെയും 7 ഇരട്ടിയാകും. ദൈവമായ കർത്താവിനെ സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ പരിശുദ്ധ കന്യാമാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ പരിശുദ്ധ കന്യാമാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ പരിശുദ്ധ കന്യാമാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ പരിശുദ്ധ കന്യാമാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്കുപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. കേൾക്കാം തിരുമൊഴികൾ കേൾക്കാം, മനസ്സിൽ ഒളിവിതറും വചനം കേൾക്കാം, തിരുമൊഴികൾ കേൾക്കാം, മനസ്സിൽ ഒളിവിതറും വചനം. കണ്ണീരുമാച്ചിടുമ്പോ ദുഃഖങ്ങളെ കീടുമ്പോ ആശ്വാസമാകുന്ന വചനം, കാരുണ്യമാകുന്ന വചനം. കണ്ണീരുമായി ചീടുന്നു, ദുഃഖങ്ങളേറ്റിടുന്നു, ആശ്വാസമാകുന്ന വചനം, കാരുണ്യമാകുന്ന വചനം. ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ, 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 ആഹാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 1 46 മുതൽ 56 വരെ തിരുവചനങ്ങൾ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന്
തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പരിശുദ്ധയമ്മ കൊരട്ടിമുത്തിയുടെ അനുഗ്രഹങ്ങൾ നിറയുന്ന ഈ ദിനം മധ്യകേരളത്തിലെ ലൂർദ് എന്നറിയപ്പെടുന്ന ഈ കൊരട്ടി ദേവാലയത്തിലേക്ക്, ഈ പരിസരത്തേക്ക് എത്തുന്ന അനേകായിരങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുന്ന ഈ നിമിഷങ്ങളിൽ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന മേരിയുടെ സ്തോത്രഗീതത്തോട് ചേർന്ന് നമുക്കും കർത്താവിനെ വാഴ്ത്താം. സ്വയം താഴാൻ തീരുമാനിച്ച് കർത്താവിന് വേണ്ടി ദാസിയായി തീർന്ന മറിയത്തെ ലോകത്തിൻ്റെ മുഴുവൻ വണക്കത്തിനു വേണ്ടി ഉയർത്തി പ്രതിഷ്ഠിക്കുന്ന കർത്താവ് ഈ അമ്മയിലൂടെ അനുഗ്രഹവർഷം നടത്തി നമ്മളെയൊക്കെ സ്നേഹത്തിൽ സമൃദ്ധമാക്കുന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാളിൻ്റെ സ്നേഹവും ആശംസയും അനുഗ്രഹവും നമുക്കും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നിയോഗങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയും ആശംസയുമാണ് എനിക്ക് അർപ്പിക്കാനുള്ളത്. മലയാളത്തിൻ്റെ ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരൻ KP അപ്പൻ സാറ് മരണമടഞ്ഞിട്ട് വർഷങ്ങളായി. കൊല്ലം ശ്രീനാരായണ കോളേജിൽ മലയാള വിഭാഗ മേധാവിയായി റിട്ടയർ ചെയ്ത അപ്പൻ സാർ എഴുതിയ അനേക ഗ്രന്ഥങ്ങൾ മലയാള സാഹിതിയുടെ ഭാഗമായിട്ടുണ്ട്, നമുക്കറിയാം. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ തൻ്റെ പേര് പരാമർശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അനുഗ്രഹമായിട്ടാണ് എഴുത്തുകാർ കരുതിയിരുന്നത്. അദ്ദേഹം എഴുതിയ ശ്രദ്ധേയമായ 2 പുസ്തകങ്ങൾ ക്രൈസ്തവ വിശ്വാസ സംബന്ധിയാണ്. ഒന്നാമത്തേത് ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്ന പേരിൽ എഴുതിയ 100-110 പേജുള്ളൊരു കൊച്ചു പുസ്തകം. രണ്ടാമത്തെ പുസ്തകം മാതാവിനെ പറ്റിയാണ്, മധുരം നിന്റെ ജീവിതം. 80 പേജ് മാത്രമുള്ള ഒരു ചെറിയ മലയാളം പുസ്തകമാണത്. മരിയോളജി എന്ന വിഷയത്തിൽ മാതാവിനെ പറ്റി എഴുതി മലയാളത്തിലുള്ളതിൽ ഏറ്റവും സുന്ദരമായ ഒരു പുസ്തകമാണ് KP അപ്പൻ്റെ മധുരം നിന്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഈ വരികളോടെ: എൻ്റെ കുഞ്ഞുനാളിലെ ഒരു ക്രിസ്മസ് പാതിരാവ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. നക്ഷത്രവിളക്കുകൾ കത്തി നിന്ന ദീപ്തമായ ആ രാത്രിയിൽ എനിക്കൊരു കൊച്ചു ബൈബിൾ സമ്മാനമായിട്ട് കിട്ടി. എനിക്ക് കിട്ടിയ ബൈബിൾ ഞാനൊരു നിധി പോലെ കാത്തു സൂക്ഷിച്ചു. വിശുദ്ധ വചനങ്ങളുടെ കൂടാരത്തിലേക്ക് ഞാൻ ക്ഷണിക്കപ്പെട്ട അതിഥിയായി മാറുകയായിരുന്നു. ഞാനൊരു ശിശുവായിരുന്നപ്പോൾ ബൈബിൾ വായിച്ചു. കാലായിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവ് അന്നെൻ്റെ മനസ്സിനെ ആകർഷിച്ചു. അലറിമറിയുന്ന തിരമാലകൾക്ക് മുകളിൽ ഉയർന്നു നിന്ന് ശാന്തമാകൂ എന്നവൻ കൽപ്പിച്ചപ്പോൾ തിരമാലകൾ അവൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. വിസ്മയങ്ങളുടെ നദിയിൽ ഒരു തൂവലെന്ന പോലെ എൻ്റെ മനസ്സ് ഒഴുകി നടന്നു. ഞാനൊരു യുവാവായപ്പോൾ ബൈബിൾ വായിച്ചു. ദേവാലയത്തിൽ കച്ചവടക്കാരെ ചാട്ടവാറിന് പുറത്താക്കുന്ന ക്രിസ്തുവാണ് അന്നെന്നെ ആകർഷിച്ചത്.
സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല എന്ന അവൻ്റെ പ്രഖ്യാപനം ജീസസ് ചരിത്രത്തിൻ്റെ നടുവിൽ നിൽക്കുന്നു എന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. പ്രായമേറെ എത്തി വീണ്ടും ഞാനിന്ന് ബൈബിൾ വായിക്കുമ്പോൾ എന്നെ ആകർഷിക്കുന്നത് ഇത് രണ്ടുമല്ല. കുരിശിൽ കിടക്കുന്ന ജീസസ്, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്കിറങ്ങി വരൂ എന്ന വെല്ലുവിളി കേട്ടിട്ട് താഴേക്കിറങ്ങി വന്നില്ല എന്നുള്ളതാണ് ഇന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. KP അപ്പൻ തുടരുകയാണ്. യേശു ചെയ്ത ഒരുപാട് അത്ഭുതങ്ങൾ ബൈബിളിൻ്റെ പുറങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ കാണുന്ന യേശുവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരത്ഭുതമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് അത്ഭുതങ്ങൾ അവൻ ചെയ്തിട്ടും തനിക്ക് വേണ്ടി തന്നെ യാതൊരു അത്ഭുതവും അവൻ ചെയ്തില്ല എന്നുള്ളതാണ് യേശുവിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം. മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും തനിക്ക് വേണ്ടി തന്നെ അവൻ യാതൊരു അത്ഭുതവും പ്രവർത്തിച്ചില്ല എന്നതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. ഒരു ഹൈന്ദവന്റെ കുമ്പസാരമാണിത്. എ മാൻ ഫോർ അതേഴ്സ് എന്ന് യേശുവിനെ പറ്റി വിശേഷിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അവൻ ജീവിച്ചു കാണിച്ചുവെന്ന് ഈ KP അപ്പൻ എഴുതി വയ്ക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ. ONV കുറുപ്പിന്റെ സൂര്യഗീതം തുടങ്ങുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞു തീർന്ന ഒരു ജീവിതമായിരുന്നു യേശുവിൻ്റേതെന്ന് ചരിത്രം പ്രഘോഷിക്കുമ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ ദാസിയായി, വചനത്തിൻ്റെ ഉപാസകയായി, വചനത്തിൻ്റെ സാക്ഷിയായി യേശുവിൻ്റെ നിഴലെന്നോണം ജീവിച്ച പരിശുദ്ധ അമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, എ മാൻ ഫോർ അതേഴ്സ് എന്ന് യേശുവിനെ പറ്റി പറയുമ്പോൾ, എ വുമൺ ഫോർ അതേഴ്സ് എന്ന് മറിയത്തെ പറ്റിയും പറയാം. തനിക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി, നിസ്സഹായർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരമ്മയെയാണ് പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണുന്നത്. എവിടെ മനുഷ്യരുടെ അഭിമാനം മുറിപ്പെടുന്നുണ്ടോ അവിടെ ഇടപെടുന്നവളാണമ്മ. എവിടെ മനുഷ്യർ വേദനിക്കുന്നുണ്ടോ അവിടെ ഇടപെടുന്നവളാണമ്മ. എവിടെ നമ്മൾ കരയുന്നുണ്ടോ അവിടെ നമ്മളെ കണ്ണീർ തുടയ്ക്കുന്നവളാണമ്മ. എവിടെ നമ്മൾ വിശപ്പും ദാരിദ്ര്യവും അനുഭവിക്കുന്നുണ്ടോ അവിടെ നമുക്ക് സൗഖ്യമായി, സാന്ത്വനമായി, ആശ്വാസമായി കൂടെ വരുന്നവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് അണമുറിയാത്ത ജനപ്രവാഹം പോലെ ആയിരക്കണക്കിന് പേര് രാത്രിയും പകലും ഈ ആലയത്തിലേക്ക്, ഈ സന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധ അമ്മയെ ഒരു നോക്ക് കാണാൻ, അനുഗ്രഹങ്ങൾ നേടാൻ അമ്മേ എന്ന വിളിയുമായി മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രാർത്ഥനയാണിത്, അമ്മേ എന്ന വിളി. മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതം, യേശുവിന് വേണ്ടി കൊടുത്ത ജീവിതം ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതകരമായ മധ്യസ്ഥം നടത്തി നമുക്ക് സൗഖ്യം നൽകുന്ന, അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന മാതൃ സാന്നിധ്യമായി അമ്മ ഇവിടെയുണ്ട്. ഈ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങോട്ട് കടന്നു വരുന്ന വഴി അങ്കമാലിയിലെത്തിയപ്പോൾ ട്രാഫിക് ബ്ലോക്ക് നന്നായിട്ടുണ്ട്. മുകളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് പരസ്യ ബോർഡുകൾ കണ്ടു. പണ്ട് കാണുന്ന ബോർഡ് മുഴുവൻ ജോയി ആലുക്കാസിൻ്റെയും തുണിക്കടയുടെയും സ്വർണ്ണക്കടകളുടെയും പരസ്യങ്ങളാണ് എവിടെയും. ഇന്ന് അങ്കമാലിയുടെ സംഗതി മാറി. മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന പരസ്യം വിദേശത്ത് പോകാൻ, IELTS പഠിക്കാൻ, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കാൻ, ഇതിൻ്റെ വലിയ വലിയ ബോർഡുകളാണ് എല്ലായിടത്തും കാണാനുള്ളത്. വിദേശത്ത് പോകാൻ, പഠിക്കാൻ വേണ്ടി നമ്മുടെ മക്കളൊക്കെ പുറപ്പെടുന്ന ഒരു സാഹചര്യം. അച്ഛന്മാരോടൊക്കെ ചോദിക്കുമ്പോൾ എല്ലാ ഇടവകളിൽ നിന്നും 10, 20, 30, 40 യുവതി യുവാക്കന്മാരാണ് ഈ വർഷം പഠിക്കാനായി വിദേശത്തെ യൂണിവേഴ്സിറ്റികളിലേക്ക്, പല രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ കാത്തിരിക്കുകയാണ് വിദേശത്ത് പോയി പഠിക്കാൻ. ഇത് വളരെ നല്ല കാര്യമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പോകട്ടെ, മക്കൾ ലോകം കാണട്ടെ, അവർ വളരട്ടെ, വികസിക്കട്ടെ. പക്ഷേ നമ്മുടെ മക്കൾ നമ്മുടെ നാട് വിട്ടു പോകണമെങ്കിൽ അതിനെന്തൊക്കെയോ കാരണങ്ങൾ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്.
വെറുതെ രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോൾ കോടതി പറയുന്നു വൈസ് ചാൻസലറെ മാറ്റൂ, ഗവർണർ പറയുന്നു സെനറ്റ് അംഗങ്ങൾ രാജിവെക്കൂ, പുതിയ അംഗങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വരട്ടെ എന്ന് കോടതി പറയുന്നു. കോളേജ് അധ്യാപിക തസ്തികയിലേക്ക് ഇന്റർവ്യൂ നടക്കുമ്പോൾ കോടതി ഇടപെടൽ നടക്കുന്നു, രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നു. ആകെ പ്രശ്ന കലുഷിതമായ ഒരു വിദ്യാഭ്യാസ സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലവിലിരിക്കുന്നുവെന്ന് പത്രം വായിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും. ഉന്നത വിദ്യാഭ്യാസ രംഗം കലുഷിതമാവുകയാണ്. എല്ലായിടത്തും സ്വന്തം കാര്യം, സ്വന്തം ഗ്രൂപ്പിൻ്റെ കാര്യം നോക്കുന്ന ഒരു നേതൃത്വം ഇരിക്കുമ്പോൾ ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി, പൊതുവ്യവസ്ഥിതിക്ക് വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി എന്നുള്ള ചിന്ത കുറഞ്ഞു പോകുന്നത് നമ്മുടെ നാടിൻ്റെ വലിയൊരു അപകടമാണ്. എല്ലാവർക്കും ഐശ്വര്യവും എല്ലാവർക്കും സന്തോഷവും എല്ലാവർക്കും സമാധാനം കാംക്ഷിക്കുന്ന ഒരു വലിയ വിശ്വമാനവികതയുടെ വ്യവസ്ഥിതി സ്വപ്നം കാണുന്ന നമ്മുടെ ഭരണഘടന നമ്മൾ വല്ലാണ്ട് അവഗണിച്ചു കളയുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെയാണ് സമൂഹത്തിന് വേണ്ടി ഉയർന്നു നിൽക്കുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കപ്പെടേണ്ടത്. 18 ദിവസം നിരാഹാരം കിടന്ന് കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത ഒരു മലയാളി കന്യാസ്ത്രീ ഉണ്ട്, ദയാഭായി. മേഴ്സി മാത്യു എന്ന പാലാക്കാരി ഈ പെൺകുട്ടി മഠത്തിൽ ചേർന്ന് കന്യാസ്ത്രീയാവാൻ പഠിച്ച് സാമൂഹിക ശാസ്ത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ മഠത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു കന്യാസ്ത്രീയായി ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ആ ഗ്രാമത്തിൽ താമസിക്കുകയാണ് കഴിഞ്ഞ എത്രയോ കൊല്ലങ്ങളായി. അവരുടെ ജീവിതം മുഴുവൻ സമർപ്പിതമാണ്. ഈ കഴിഞ്ഞ 18 ദിവസങ്ങൾ കേരളത്തിൻ്റെ തിരുവനന്തപുരത്തെ വെയിലും മഴയും ചൂടും കൊതുകടിയും ഒക്കെ കൊണ്ട് അവിടുത്തെ വഴിയിൽ ഒരു മരത്തിൻ്റെ തണൽ പോലും ഇല്ലാതെ കിടന്നുറങ്ങി 18 ദിവസം നിരാഹാരം അനുഷ്ഠിച്ചിട്ടാണ് ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നീതി നടത്തി കൊടുക്കാൻ വേണ്ടി അവർ സമരം ചെയ്തത്. ആരുടെയും കൂട്ടില്ല, ഒറ്റയ്ക്കാണ് സമരം. ഇതിന് ഈ കന്യാസ്ത്രീയെ, ഈ മലയാളിയായ ഈ അമ്മച്ചി 82-കാരിയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവരോട് ചോദിക്കുമ്പോൾ പറയും, എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം അവൾ ആരാധിക്കുന്ന ഈശോയാണ്. എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ ദൈവം എനിക്ക് ശക്തി തരുന്നു. കർത്താവിൻ്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി സമരം ചെയ്യാനുള്ള കരുത്ത് എനിക്ക് നൽകുന്നത് കർത്താവാണെന്ന്, ദൈവമാണെന്ന് അവരേറ്റു പറയും. എവിടെ അനീതിയുണ്ടോ അതിനെതിരെ ശബ്ദമുയർത്താൻ ദയാഭായി ഉണ്ട്. ഈ ദയാഭായിയിൽ ഞാൻ കാണുന്നത് കന്യാസ്ത്രീ മറിയത്തിൻ്റെ ഒരു രൂപമാണ്. പരിശുദ്ധ കന്യാസ്ത്രീ മറിയം ചരിത്രം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒരാളാണ്. അത്രയേറെ ശക്തയായ സ്ത്രീ കഥാപാത്രങ്ങൾ ചരിത്രത്തിൽ, സാഹിത്യത്തിൽ ഉണ്ടോ എന്ന് സംശയം. നമ്മൾ ഓർക്കണം, പുരുഷനെ ഞാൻ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മംഗളവാർത്തയ്ക്ക് പ്രത്യുത്തരം പറയുന്ന മറിയം വരുന്നത് ദൈവത്തിൻ്റെ ദൂതനാണ്. ഞെട്ടിത്തരിച്ചു പോകും, ബോധം കെട്ട് വീഴണം. പക്ഷെ മറിയം ദൈവത്തിൻ്റെ ദൂതനോട് തിരികെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? കർത്താവിൻ്റെ ദൂതൻ, ഗബ്രിയേൽ ദൂതൻ വന്നപ്പോൾ മറിയം ആദ്യം പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി എന്നല്ല. എനിക്കിത് മനസ്സിലാവുന്നില്ല, ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇതെങ്ങനെ സംഭവിക്കും എന്നോട് പറയണം. ദൈവത്തോട് പോലും ചോദ്യം ചോദിക്കാൻ തക്കവണ്ണം കരുത്തുള്ള ഒരു സ്ത്രീയായി ഈ മേരി എന്ന പെൺകുട്ടി അവിടെ മാറുകയാണ്. അവൾ വ്യത്യസ്തയാകുന്നത് അങ്ങനെയാണ്, ചോദ്യം ചോദിക്കാൻ കെൽപ്പുള്ള ഒരു സ്ത്രീ. ഇതിനുശേഷം എലിസബത്തിന്റെ പക്കലേക്ക് അവളുടെ ഓട്ടം നോക്കുക. ഒറ്റയ്ക്കാണ് അവളുടെ യാത്ര. സേവന തൃഷ്ണയുമായി അവൾ ഓടുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു. യേശുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം അവൾ പരസ്യമായി പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും നിഴലെന്നോണം കൂടെയുണ്ട്. യേശുവിന് പിശാച് ബാധയാണ്, അവന് ഭ്രാന്താണെന്നൊക്കെ ഒരു പ്രചാരം സമൂഹത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ അവൾ സഹോദരന്മാരെയും കൂട്ടി യേശുവിനെ കാണാൻ വരുന്നു. അവൾ പുറത്തു നിൽക്കുകയാണ്. യേശുവിൻ്റെ കൂടെ അവളുണ്ട്. കുരിശിൻ ചുവട്ടിൽ യേശുവിനെ കുരിശിന് മരണത്തിന് വിധിക്കപ്പെട്ട് കഴിഞ്ഞ് കുരിശിൽ തറച്ചു കഴിയുമ്പോഴും മേരി കുരിശിൻ്റെ താഴെയുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സഹന അനുഭവത്തിലൂടെ ഒക്കെ കടന്നുപോയെന്ന മേരി തളർന്ന് അവശയായി കിടക്കേണ്ടതാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ല, വല്ലാത്ത മാനസിക പിരിമുറുക്കം അവൾക്കുണ്ട്. പക്ഷേ കുരിശിൻ്റെ ചുവട്ടിൽ അവൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്.
നമ്മുടെ സാധാരണ ഒരു മരിച്ചടക്കൻ്റെ അവസരത്തിൽ പോലും പ്രിയപ്പെട്ടവർ മരിച്ചാൽ സ്ത്രീകളെ രണ്ടുപേരെങ്കിലും ചുരുങ്ങിയത് താങ്ങിപ്പിടിച്ചാലേ അവർക്ക് നേരെ നിൽക്കാൻ പറ്റൂ. പക്ഷെ കുരിശിൻ്റെ ചുവട്ടിൽ എഴുന്നേറ്റ് നിന്നവളാണ് മറിയം. ഇതാ നിന്റെ അമ്മ എന്ന് ഈശോ പറഞ്ഞപ്പോൾ യോഹന്നാനെയും ശിഷ്യന്മാരെ മുഴുവനെയും ഈ ലോകത്തിൻ്റെ മുഴുവനും അമ്മയായി മാറാൻ തക്കവണ്ണം ഈ മറിയം കുരിശിൻ്റെ ചുവട്ടിൽ നിന്നു, എഴുന്നേറ്റ് നിന്നു. എല്ലാവരും കുലുങ്ങി, എല്ലാവരും ഭയന്നു. പക്ഷെ കുലുങ്ങാതെ നിന്നത് ഒരുവൾ മാത്രമാണ്, മറിയം. ഇത്രമാത്രം ധൈര്യമുള്ള, ഇത്രമാത്രം ചിന്താശേഷിയുള്ള പരിശുദ്ധ കന്യാമറിയം ഈ സ്ത്രീ കഥാപാത്രങ്ങളിൽ പ്രമുഖയാണെന്ന് സംശയമില്ലാതെ നമുക്ക് പറയാം. അതുകൊണ്ട് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും മാത്രമല്ല, പുരുഷന്മാർക്കും എല്ലാവർക്കും മാതൃകയാണ് പരിശുദ്ധ കന്യാമറിയം. വിശ്വാസത്തിലും വിശുദ്ധിയിലും ധീരതയിലും തൻ്റെ ഇടത്തോടെ നമ്മുടെ വിശ്വാസം മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയാനും പ്രഘോഷിക്കാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ ഈ ധൈര്യത്തോടെ വളരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് മറക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി എന്നോട് പങ്കുവയ്ക്കുകയായിരുന്നു. ഈ അമ്മച്ചിയുടെ മകള് പഠിക്കാൻ വേണ്ടി അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പോയി. സൈക്കോളജി പഠിക്കാനാണ് പോയത്. കൊളംബിയ യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ അവിടെ ഹോസ്റ്റൽ കിട്ടും. അവിടുത്തെ ഹോസ്റ്റലിൻ്റെ പ്രത്യേകത, ആണുങ്ങൾക്ക് പ്രത്യേക ഹോസ്റ്റൽ, പെണ്ണുങ്ങൾക്ക് പ്രത്യേക ഹോസ്റ്റൽ എന്ന് വേർതിരിവൊന്നുമില്ല. അവിടുത്തെ ഹോസ്റ്റലിൽ ചെല്ലുന്ന മുറയ്ക്ക് മുറി കൊടുക്കും. ഒരു മുറിയിൽ 2 പേര്. ഇപ്പം സാധാരണഗതിയിൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരേ മുറിയിൽ തന്നെ താമസിക്കണം. അവർ പറഞ്ഞത് അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് താമസിക്കുന്നതിനേക്കാൾ അപകടം പെണ്ണുങ്ങളും ഒക്കെ താമസിക്കുന്നതാണെന്ന്. ജെൻഡർ ന്യൂട്രൽ ഹോസ്റ്റലാണ് അവിടെ. ഈ ജെൻഡർ ന്യൂട്രൽ സിസ്റ്റം ലോകത്തിൻ്റെ പലയിടത്തും ഇപ്പോൾ ഉണ്ട്, വിദേശത്ത് പ്രത്യേകിച്ച്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവതീ യുവാക്കന്മാർ കരുത്തും പക്വതയും നേടിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ മക്കളെ നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിപ്പിച്ച് വളർത്തുന്നുണ്ടോ? ബോംബെ പഠിക്കാൻ പോയ ഒരു കോളേജ് വിദ്യാർത്ഥിനിയുടെ അമ്മ എന്നോട് പറഞ്ഞു, അച്ചോ, അവൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ക്ലാസ്മേറ്റിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നൈറ്റ് ഔട്ടിങ്ങിന് പോവുകയാണ്, പൊയ്ക്കോട്ടെ എന്ന്. ഈ അമ്മച്ചി പറഞ്ഞു, പാടില്ല, ആമ്പിള്ളേരുടെ കൂടെ രാത്രി ചെലവിടാനായിട്ട് നീ പോകണ്ട, ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് പോന്നാൽ മതി. ഇന്നിൻ്റെ ഒരു അപകടമാണിത്. നൈറ്റിൽ പുറത്തു പോകുന്നത്, പെൺകുട്ടികൾ പോകുന്നത് പാപമാണോ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ റെഡിമെയ്ഡ് ഉത്തരം പറയാൻ എൻ്റെ കയ്യിലില്ല. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കാൻ, അവർക്ക് മൂല്യബോധനം കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ വേദപാഠത്തിന്, വിദ്യാഭ്യാസ സംവിധാനത്തിന്, നമ്മുടെ മാതാപിതാക്കളുടെ ട്രെയിനിങ്ങിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപകടങ്ങളിലേക്ക് നീങ്ങുന്ന മക്കൾ ഈ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ട മാനസിക കരുത്ത്, വൈകാരിക പക്വത കൊടുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു എന്നുള്ളത് ഒരർത്ഥത്തിൽ സത്യമാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി ഇതാണ്. മാറുന്ന സാഹചര്യങ്ങളെ നേരിടാൻ തക്കവണ്ണമുള്ള മൂല്യബോധനം നൽകാൻ നമ്മൾ പരാജയപ്പെടുന്നു. മലാല യൂസഫ്സായി നൊബേൽ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം തുടങ്ങിയപ്പോൾ അവളുടെ അച്ഛന് നന്ദി പറഞ്ഞത് ഇങ്ങനെയാണ്: I thank my father for not clipping my wings and allowing me to fly. എൻ്റെ ചിറകുകൾ മുറിക്കാതെ എന്നെ പറക്കാൻ അനുവദിച്ചതിന് എൻ്റെ അച്ഛന് നന്ദി എന്നാണ് അവൾ പറഞ്ഞത്. നമ്മുടെ പെൺകുഞ്ഞുങ്ങളുടെ ചിറകുകൾ നമ്മൾ മുറിച്ചു കളയരുത്. അവർ സ്വാതന്ത്ര്യത്തോടെ വളരട്ടെ, സ്നേഹം അനുഭവിച്ച് സന്തോഷത്തോടെ വളരട്ടെ, സ്വതന്ത്രരായി വളരട്ടെ, ആത്മാഭിമാനത്തോടെ വളരട്ടെ. ഈ ആത്മാഭിമാനമുള്ള നമ്മുടെ മക്കൾ നാടിൻ്റെ, സഭയുടെ അഭിമാനമായിട്ട് മാറും. ദയാഭായിയെ പോലെ കരുത്തുറ്റ സ്ത്രീ കഥാപാത്രങ്ങൾ ഇവിടെ ഉണ്ടാവും. എല്ലാ മേഖലകളിലും അന്തസ്സോടെ ഉയർന്നു നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് വളർത്താൻ നമുക്കാവണം. ഈ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ച പരിശുദ്ധ അമ്മ ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. സ്വാതന്ത്ര്യത്തോടെ കർത്താവിന് പ്രിയപ്പെട്ട മക്കളായി വളരാൻ നമുക്ക് കരുത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം.
പരസ്പരം മാനിക്കുന്ന, ആദരിക്കുന്ന, ശുശ്രൂഷിക്കുന്ന സ്നേഹ സമൂഹമായി നമ്മൾ മാറണം. ആണും പെണ്ണും ഒരുമിച്ച് കൂടിയാൽ ചൂഷണവും പീഡനവും മാത്രമേ നടക്കൂ എന്നുള്ളൊരു ധാരണ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. ആദരവിൻ്റെ, മനസ്സിലാക്കലിൻ്റെ, സൗഹൃദത്തിൻ്റെ പുതിയൊരു സ്നേഹ സംസ്കാരം നമ്മുടെ നാട്ടിൽ രൂപപ്പെടുമ്പോഴാണ് നമ്മുടെ നാട് യഥാർത്ഥത്തിൽ വികസിക്കുന്നത്, നമ്മുടെ മനസ്സുകൾ വികസിക്കുന്നത്. ഇത്തരം വിശാലമായ ഒരു സ്നേഹഭൂമികയിലേക്ക് വളരാൻ നമുക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പരിശുദ്ധ അമ്മ ഇന്ന് ഈ തിരുനാൾ ദിനത്തിൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ കാരുണ്യത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തീർന്ന ജീവിതമായി അവളുടെ ജീവിതം ഇന്നും സുരഭിലമായ മാതൃകയായി തീരുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ അർത്ഥപൂർണമാക്കാൻ ശ്രമിക്കാം. പകയുടെയും വിദ്വേഷത്തിൻ്റെയും കൂടുതൽ ജാതീയമായ വേർതിരിവുകൾ തിങ്ങിവരുന്ന ഒരു കാലത്ത്, ചെറിയ ചെറിയ ഇടുങ്ങിയ മനസ്സുകൾ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പരസ്പരം വഴക്കിടുന്ന ഒരു കാലത്ത്, ലഹരി മാഫിയ നമ്മുടെ സമൂഹത്തെ പിടിമുറുക്കുന്ന ഒരു കാലത്ത് ഇതിലൊന്നും വീഴാതിരിക്കാൻ വേണ്ട കരുത്ത് നമ്മുടെ മക്കൾ നേടണമെങ്കിൽ ചെറുപ്പത്തിലെ അവരെ വിശുദ്ധിയോടെ, സ്നേഹത്തോടെ, സ്വാതന്ത്ര്യത്തോടെ വളർത്താൻ നമുക്കാവണം. ഇതിനുവേണ്ടി പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും അമ്മയുടെ വലിയ മധ്യസ്ഥവും സംരക്ഷണവും ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെ നീല അങ്കിയിൽ അമ്മ നമ്മെ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ഈ ലോകത്തിലെ സന്തോഷങ്ങളും ഈ ലോകത്തിൻ്റെ സമാധാനവും അനുഭവിച്ച് അന്തസ്സോടെ, അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ട കരുത്ത് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി കർത്താവെ കൊരട്ടിമുത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ കൊരട്ടിമുത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാനായിലെ കല്യാണ വിടുന്നിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സ്വീകരിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിച്ച കർത്താവെ, പാപികളായ ഞങ്ങളുടെ മേൽ കനിവുണ്ടാകണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കൊരട്ടിമുത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നസ്രത്തിലെ തിരുകുടുംബത്തിൽ വിശുദ്ധിയാർന്ന ജീവിതം നയിച്ച പരിശുദ്ധ അമ്മയുടെ മാതൃക അനുകരിച്ചുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ വിശുദ്ധിയും വിശ്വസ്തതയും പുലർത്തി ജീവിക്കുവാൻ ഇടയാക്കണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കൊരട്ടിമുത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്ന യുവതി യുവാക്കന്മാർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്തുവാൻ സഹായിക്കണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കൊരട്ടിമുത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മക്കളില്ലാതെ മാനസികമായി ബുദ്ധിമുട്ടുന്ന ദമ്പതികൾക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കൊരട്ടിമുത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മനുഷ്യജീവന്റെ മൂല്യത്തെ നിഷേധിക്കുന്ന എല്ലാ പ്രവണതകളെയും ചെറുക്കുവാനുള്ള ധൈര്യവും ദൈവം നൽകിയിരിക്കുന്ന അമൂല്യമായ ജീവൻ സംരക്ഷിക്കുന്നതിനാവശ്യമായ കൃപാവരവും ഞങ്ങളുടെ സമൂഹത്തിന് നൽകണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കൊരട്ടിമുത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളാൽ വലയുന്നവർക്ക് ആശ്വാസവും രോഗികൾക്ക് സൗഖ്യവും നൽകണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കൊരട്ടിമുത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് നാനാജാതി മതസ്ഥരായ എല്ലാവരെയും അങ്ങയുടെ അനുഗ്രഹ വാഗ്ദാനങ്ങളാൽ നിറയ്ക്കണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കൊരട്ടിമുത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുകൂലമായ കാലാവസ്ഥയും സമൃദ്ധമായ വിളവുകളും സുഭിക്ഷമായ മത്സരവും ലോകത്തിന് മുഴുവൻ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കൊരട്ടിമുത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു.
അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. നിൻ തിരുബലിയിൽ കാഴ്ചകളേകാൻ വന്നിടുന്നു. കാൽവരിനാഥാ, നിൻ തിരുബലിയിൽ കാഴ്ചകളേകാൻ വന്നിടുന്നു. അർപ്പണം ചെയ്യും ജീവിതങ്ങൾ ബലിയായി നാഥാ മാറ്റൂ. അർപ്പണം ചെയ്യും ജീവിതങ്ങൾ ബലിയായി നാഥാ മാറ്റൂ. കാൽവരിനാഥാ, നിൻ തിരുബലിയിൽ കാഴ്ചകളേകാൻ വന്നിടുന്നു. കരളിൽ എരിയും ജീവിത ദുഃഖങ്ങൾ സദയം ബലിയായി കൈക്കൊണ്ടിടണമേ. കരളിൽ എരിയും ജീവിത ദുഃഖങ്ങൾ സദയം ബലിയായി കൈക്കൊണ്ടിടണമേ. സ്നേഹപിതാവായ ദൈവമേ, ഈ അപ്പത്തിനോടും വീഞ്ഞിനോടുമൊപ്പം ഞങ്ങളുടെ സമർപ്പിത കുടുംബ ജീവിതങ്ങളെ കാഴ്ചവെക്കട്ടെ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ അരികിലേക്ക് അണയുന്ന ആയിരക്കണക്കിന് ഈ പ്രിയപ്പെട്ട മക്കളുടെ നാനാജാതി മതസ്ഥരുടെ പ്രാർത്ഥന നിയോഗങ്ങൾ സ്വീകരിച്ച് ഈശോയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചു കൊടുക്കണമേ. ഇവരുടെ രോഗങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം അമ്മ അറിയുന്നുണ്ടല്ലോ. ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താതനുമതുപോലാത്മജനം ദിവ്യറൂഹാക്കിം സ്തുതി എന്നും ദൈവാംബികയെ മാറിയൗസേപ്പിനെ സാദരമൂർത്തിടാ പാവനമേ ബലിയിൽ. ആദിയിലെ പോലെ നന്മയ്ക്കും ആമേനാമേൻ. സുതരുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി
മാർത്തോമായേയും ദിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിട. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാം നിത്യം വാഴ്ത്തിടാം. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികളാലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും
വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും തൂക്കാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അത്യുന്നതങ്ങളിൽ വാഴും ബലവാനാം ദൈവം പരിശുദ്ധൻ. അത്യുന്നതങ്ങളിൽ വാഴും ബലവാനാം ദൈവം പരിശുദ്ധൻ. വിണ്ണിന്റെ നാഥനെ
വാഴ്ത്താം, സ്വർഗീയ ഗീതികൾ പാടാം. വിണ്ണിന്റെ നാഥനെ വാഴ്ത്താം, സ്വർഗീയ ഗീതികൾ പാടാം. ഭൂവിതിലെങ്ങും പാരിടമെങ്ങും കർത്താവിൻ നാമം ഉയരട്ടെ. ഭൂവിതിലെങ്ങും പാരിടമെങ്ങും കർത്താവിൻ നാമം ഉയരട്ടെ. പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ, പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹോശാന പാടാം, ഹോശാന പാടാം, ഹോശാന ഹോശാന. പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ, പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹോശാന പാടാം, ഹോശാന പാടാം, ഹോശാന ഹോശാന. വിശുദ്ധ കുർബാനയുടെ അതിവിശുദ്ധമായ നിമിഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ കവാടം തുറന്നു വയ്ക്കാം. സഹിയോൻ മാളികയായി, അത്താഴ മേശയായി ഈ ബലിപീഠം മാറുന്ന സുന്ദരമായ നിമിഷം മനസ്സിനെ ഏകാഗ്രമാക്കാം. നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയം കർത്താവിൻ്റെ അൾത്താരയായി മാറട്ടെ. നമ്മുടെ കുടുംബം കർത്താവിൻ്റെ അൾത്താരയായി മാറട്ടെ. നമുക്ക് വേണ്ടി മുറിയപ്പെട്ടവൻ, നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ നൽകിയവൻ, ഇതവൻ വീണ്ടും മുറിയപ്പെടുകയാണ്. നമ്മെ സ്നേഹിച്ചുകൊണ്ട്, ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ ചങ്കിലെ ചോര നമുക്ക് വേണ്ടി അവൻ വീണ്ടും ഇത് നൽകുകയാണ്. ഏറ്റവും ഭക്തിയോടെ, വിശുദ്ധിയോടുകൂടെ കുദാശ സ്ഥാപന വാക്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചത് പോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
നാഥ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും പരിശുദ്ധ അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുന്ന നാനാജാതി മതസ്ഥരായ ഈ പ്രിയപ്പെട്ട മക്കളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, എന്നിൽ കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാമെൻ്റെ അപരാധങ്ങൾ സദയം നാഥ മറക്കേണമേ. അറിയുന്നു ഞാനിൻ പാപങ്ങൾ, കാണുന്നു ഞാനവയിൻ മുൻപിൽ. അറിയുന്നു ഞാനിൻ പാപങ്ങൾ, കാണുന്നു ഞാനവയിൻ മുൻപിൽ. നിൻ തിരുകൽപ്പനകൾ ലംഘിച്ചു തിരുമുൻപിൽ
കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേശോ മെശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവം ഭൂവിലിറങ്ങി സ്വർഗനാഥനിതായി മണ്ണിൽ. ദൈവം ഭൂമിയിലിറങ്ങി സ്വർഗ്ഗനാഥനിതായി മണ്ണിൽ. തിരുവോസ്തിയിൽ വരമാരിയായി തിരുസൂനുവേഗം ഭോജപിതാ. തിരുവോസ്തിയിൽ വരമാരിയായി തിരുസൂനുവേഗം ഭോജപിതാ. ആരാധിച്ചിടാം, കൈകൾ കൂപ്പിടാം, സത്യദൈവസൂനുവേ ആരാധന. ആരാധിച്ചിടാം, കൈകൾ കൂപ്പിടാം, സത്യദൈവസൂനുവേ ആരാധന. നമ്മുടെ കർത്താവേശോ മെശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മകളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മൾ ഈശോയെ സ്വീകരിക്കാൻ ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന നിമിഷങ്ങളാണല്ലോ. നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഒന്ന് ആത്മശോധന ചെയ്യാം. ഈ ബലി അർപ്പിക്കുമ്പോഴും കുർബാന സ്വീകരിക്കാൻ ഏറ്റവും അടുത്തൊരുങ്ങുമ്പോഴും നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും പകയോ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടോ? ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ഈശോയെ, ഈ ബലി അർപ്പിക്കുമ്പോൾ നീ സ്നേഹമായി തിരുവോസ്തിയായി എന്നെ നാവിൽ അലിഞ്ഞ് ഹൃദയത്തിൽ വസിക്കാൻ വരുന്ന നിമിഷമാണല്ലോ. എല്ലാവരോടും ക്ഷമിക്കാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ കൃപ നൽകണമേ. മാതാവേ, മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ പഠിപ്പിച്ച അതിവിശിഷ്ടമായ പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലാൻ ആവർത്തിക്കാൻ ഒരുങ്ങുമ്പോൾ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ആ ഇരുകരങ്ങളിൽ നമ്മുടെ ബലഹീനതകളും കുറവുകളും ഈശോയ്ക്ക് കൊടുക്കാം. ഏറ്റവും ഭക്തിപൂർവ്വം തമ്പുരാനെ വിളിച്ചപേക്ഷിക്കാം.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. അത്യുന്നതനായിരിക്കെ തന്നെ തന്നെ വിനീതനാക്കി കന്യകാമറിയത്തിൽ നിന്ന് അവിടുന്ന് മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യങ്ങളിൽ തന്റെ ശരീരങ്ങൾ നമുക്ക് നൽകുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നമുക്കും അവിടുത്തെ പാടി പുകഴ്ത്താം. പ്രിയമുള്ളവരെ, ഇപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരണ സമയമാണ്. ആയിരിക്കുന്നിടങ്ങളിൽ മുഖാമുഖം വരിയായി നിൽക്കുക. മാമോദിസ സ്വീകരിച്ച് ആത്മീയമായി ഒരുങ്ങിയവർ മാത്രം മുന്നോട്ട് വരിക. സ്വീകരിച്ച ഉടനെ കുർബാന ഉൾക്കൊള്ളുക. Please line up face to face to receive Holy Communion in your hands and consume the same then and there. Only those who are baptized and spiritually prepared come forward and let others remain praying. പാതയിൽ ദീപമായി നീയുണ്ടെങ്കിൽ നേർവഴി വിട്ടെങ്ങും പോകില്ല. പാതയിൽ ദീപമായി നീയുണ്ടെങ്കിൽ നേർവഴി വിട്ടെങ്ങും പോകില്ല. കല്ലും മുള്ളും നിറഞ്ഞൊരു വീതിയിൽ
സ്നേഹമെന്നെ വഴി നടത്തും. കല്ലും മുള്ളും നിറഞ്ഞൊരു വീതി, നിൻ സ്നേഹമെന്നെ വഴി നടത്തും. എന്റെ തകർച്ചയിൽ താങ്ങിടുവാൻ, എന്റെ വീഴ്ചയിൽ ഉയർത്തിടുവാൻ, ദിവ്യകാരുണ്യമായി ഭോജനമായി എന്നുള്ളിൽ വാണിടുന്നു. എന്റെ തകർച്ചയിൽ താങ്ങിടുവാൻ, എന്റെ വീഴ്ചയിൽ ഉയർത്തിടുവാൻ, ദിവ്യകാരുണ്യമായി ഭോജനമായി എന്നുള്ളിൽ വാണിടുന്നു. ജീവിതയാത്രയിൽ നീയുണ്ടെങ്കിൽ ആഴിയിൽ വീഴാതെ ഞാൻ തുഴയും. ജീവിതയാത്രയിൽ നീയുണ്ടെങ്കിൽ ആഴിയിൽ വീഴാതെ ഞാൻ തുഴയും. കാറ്റും കോളും നിറഞ്ഞിടും വേളയിൽ നിൻകരമെന്നെ കരുതിടുന്നു. കാറ്റും കോളും നിറഞ്ഞിടും വേളയിൽ നിൻ കരമെന്നെ കരുതിടുന്നു. എന്റെ തകർച്ചയിൽ താങ്ങിടുവാൻ, എന്റെ വീഴ്ചയിൽ ഉയർത്തിടുവാൻ, ദിവ്യകാരുണ്യമായി ഭോജനമായി എന്നുള്ളിൽ വാണിടുന്നു. എന്റെ തകർച്ചയിൽ താങ്ങിടുവാൻ, എന്റെ വീഴ്ചയിൽ ഉയർത്തിടുവാൻ, ദിവ്യകാരുണ്യമായി ഭോജനമായി എന്നുള്ളിൽ വാണിടുന്നു. മിശിഹായിൽ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചതും ദൈവവചന സന്ദേശം നൽകിയതുമായ ബഹുമാനപ്പെട്ട ജോഷി കളപ്രപ്പന്തച്ചനും ബെന്നി മാരാമ്പ്രമ്പലച്ചനും നമ്മുടെ ഇടവക കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അടുത്ത വിശുദ്ധ കുർബാന ഉച്ചകഴിഞ്ഞ് 1:30 അറിയിക്കുന്നു. ആശീർവാദ പ്രാർത്ഥനകൾക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവം ഞങ്ങൾക്കു നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മെശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും
അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യം ആർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ ഈ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാൻ അരുളട്ടെ. ദിവ്യാനുഗ്രഹം എന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹം അരുളട്ടെ. ദൈവം കരുണയോടെ ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നിത്യപുരോഹിതനായ ഈശോ അംഗീദാസന്മാരായ വൈദികർക്ക് അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പോഷപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാണണമേ. അങ്ങേ വലിയ തിരഞ്ഞെടുത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയമുദ്ര വഹിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് കറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം
അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിന്ന് സൗഭാഗ്യത്തിന്റെ മടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ.